back once again for Harp and Ball Morning Devotions. Good morning to everyone who has logged in. Greetings in Jesus' name. Shall we look to the Lord in prayer before we step into a time of worship? Father, we want to thank you for this beautiful morning that you gave us, Lord Father. Another opportunity to wake up to your glory, Father, to live for your glory, Father. Today, as we spend time in worship, interceding, and listening to the word of God, Father, we pray, Holy Spirit, you will speak to our hearts and lift our spirits, Lord Father. Get us ready for the day, Lord Father. We thank you, Father, that you are a God who speaks to us, Lord Father. We thank you, Father, that you are a Father who leads us, Lord Father. We want to thank you for this morning. We give you praise in Jesus' precious name we pray. Amen and amen. God bless you. Let's worship the Lord together. നിൻ കൃപയിൽ ഞാൻ ആശ്രയിക്കുന്നേ, നിൻ മനസ്സലിവിൽ ഞാൻ ചാരുന്നേ. നിൻ കൃപയിൽ ഞാൻ ആശ്രയിക്കുന്നേ, നിൻ മനസ്സലിവിൽ ഞാൻ ചാരുന്നേ. എന്നാശ്വാസവും എൻ്റെ ആനന്ദവും ഈ അവനിയിൽ നീ മാത്രമേ. എന്നാശ്വാസവും എന്നാനന്ദവും ഈ അവനിയിൽ നീ മാത്രമേ. പരിശുദ്ധനേ, നിൻ പാദപീഠത്തിൽ നിൻ വിളി കേട്ടു വരുന്നു ഞാൻ. സമ്പൂർണമായി എന്നെ സമ്പൂർണമായി നിൻ ഹിതം ചെയ്യുവാൻ ഞാൻ സമർപ്പിക്കുന്നേ. പരിശുദ്ധനേ, നിൻ പാദപീഠത്തിൽ നിൻ വിളി കേട്ടു വരുന്നു ഞാൻ. സമ്പൂർണമായി എന്നെ സമ്പൂർണമായി നിൻ ഹിതം ചെയ്യുവാൻ ഞാൻ സമർപ്പിക്കുന്നേ. പാപത്തിനാഴത്തിൽ ഞാൻ വലഞ്ഞപ്പോൾ, ദൈവ വഴികളെ അറിയാതലഞ്ഞപ്പോൾ, പാപത്തിനാഴത്തിൽ ഞാൻ വലഞ്ഞപ്പോൾ, ദൈവ വഴികളെ അറിയാതലഞ്ഞപ്പോൾ, നിൻ സ്നേഹമെന്നെയും തേടി വന്നു. രക്ഷദാനമെനിക്കേകിയതാ, നിൻ സ്നേഹമെന്നെയും തേടി വന്നു. രക്ഷദാനമെനിക്കേകിയതാ. പരിശുദ്ധനേ, നിൻ പാദപീഠത്തിൽ നിൻ വിളി കേട്ടു വരുന്നു ഞാൻ. സമ്പൂർണമായി എന്നെ സമ്പൂർണമായി നിൻ ഹിതം ചെയ്യുവാൻ ഞാൻ സമർപ്പിക്കുന്നേ. പരിശുദ്ധനേ, നിൻ പാദപീഠത്തിൽ നിൻ വിളി കേട്ടു വരുന്നു ഞാൻ. സമ്പൂർണമായി എന്നെ സമ്പൂർണമായി നിൻ ഹിതം ചെയ്യുവാൻ ഞാൻ സമർപ്പിക്കുന്നേ. അറിയായ്മയുടെ കാലങ്ങളായി മണ്ണിൽ അനവധി നാളുകൾ പാഴാക്കി ഞാൻ. അറിയായ്മയുടെ കാലങ്ങളായി മണ്ണിൽ അനവധി നാളുകൾ പാഴാക്കി ഞാൻ. നിൻ സേവ ചെയ്തു ഞാൻ ജീവിക്കട്ടെ, എന്നിൽ നിന്നിഷ്ടം നിറവേറട്ടെ. നിൻ സേവ ചെയ്തു ഞാൻ ജീവിക്കട്ടെ, എന്നിൽ നിന്നിഷ്ടം നിറവേറട്ടെ. പരിശുദ്ധനേ, നിൻ പാദപീഠത്തിൽ നിൻ വിളി
ചെയ്യുവാൻ ഞാൻ സമർപ്പിക്കുന്നേ. പരിശുദ്ധനെ നിൻ പാദപീഠത്തിൽ നിൻ വിളി കേട്ടു വരുന്നു ഞാൻ. സമ്പൂർണമായി എന്നെ സമ്പൂർണമായി നിൻ ഹിതം ചെയ്യുവാൻ ഞാൻ സമർപ്പിക്കുന്നേ. എന്നിലെ വിവിധ ഭാരങ്ങളും എന്മേൽ മുറുകെ ചേർന്നിടും ദോഷങ്ങളും. എന്നിലെ വിവിധ ഭാരങ്ങളും എന്മേൽ മുറുകെ ചേർന്നിടും ദോഷങ്ങളും. നീക്കുകൻ പ്രിയനെ നിന്നാത്മശക്തിയാൽ എന്നോട്ടം ഞാൻ ഓടിടുവാൻ. മുറ്റും നീക്കുകൻ പ്രിയനെ നിന്നാത്മശക്തിയാൽ എന്നോട്ടം ഞാൻ ഓടിടുവാൻ. പരിശുദ്ധനെ നിൻ പാദപീഠത്തിൽ നിൻ വിളി കേട്ടു വരുന്നു ഞാൻ. സമ്പൂർണമായി എന്നെ സമ്പൂർണമായി നിൻ ഹിതം ചെയ്യുവാൻ ഞാൻ സമർപ്പിക്കുന്നേ. പരിശുദ്ധനെ നിൻ പാദപീഠത്തിൽ നിൻ വിളി കേട്ടു വരുന്നു ഞാൻ. സമ്പൂർണമായി എന്നെ സമ്പൂർണമായി നിൻ ഹിതം ചെയ്യുവാൻ ഞാൻ സമർപ്പിക്കുന്നേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. മഹാപരിശുദ്ധ നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. ഓരോ ദിവസം ഞങ്ങളുടെ ദാനമാണല്ലോ കർത്താവേ. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ദാനമായി തന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അറിയിക്കുക അത്രേ വേണ്ടത്. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ദേശത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി കർത്താവെ ഇടിവിൽ നിൽപ്പാൻ ദൈവം ഞങ്ങളെ ചൂസ് ചെയ്തിരിക്കാൻ സ്തോത്രം. രാജകീയ പുരോഹിത വർഗമാക്കി ഹല്ലേലൂയ കർത്താവെ, ഞങ്ങളുടെ കർത്താവിനോട് ചേർന്ന് ഹല്ലേലൂയ സ്തോത്രം കർത്താവെ. പക്ഷപാതം ചെയ്യുവാൻ എൻ്റെ അപ്പ ഞങ്ങളെ അവിടുന്ന് തെരഞ്ഞെടുത്തോർത്ത് സ്തോത്രം ചെയ്യുന്നു. തേമേ, ഈ നല്ല രാവിലെ കാലെ കർത്താവെ ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്ക് സ്വസ്ഥതയെ സാവകാശമുള്ള ജീവിതം നയിക്കേണ്ടതിന് ഞങ്ങൾ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. വളരെ പ്രതിസന്ധികളിലൂടെ രാജ്യം കടന്നു പോകുമ്പോൾ എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, ഹല്ലേലൂയ, അങ്ങറിയാതെ അങ്ങ് അനുവദിക്കാതെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല കർത്താവെ. ദൈവമേ, ജനത്തോട് മനസ്സലിയണമേ. ജനം മാനസാന്തരപ്പെടട്ടെ കർത്താവെ. പാപത്തിന്റെ വഴികളും ദൈവത്തോടുള്ള മറുതലിപ്പും മാറി കർത്താവെ സ്തോത്രം ദൈവസന്നിധിയിൽ ഹല്ലേലൂയ മുട്ടുമടക്കാനും ദൈവത്തിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് രക്ഷ പ്രാപിക്കാനും കർത്താവെ ജനത്തിന്റെ കണ്ണ് തുറക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്ന അപ്പ, ഈ ലോകത്തിന്റെ അധിപതിയായ പിശാച് കുരുട്ടാക്കിയ അവരെ കണ്ണുകൾ തുറക്കട്ടെ. സത്യം അവരറിയട്ടെ. സത്യം അവർ സ്വതന്ത്രരാക്കട്ടെ. കർത്താവെ സ്തോത്രം. ഞങ്ങളുടെ രാജ്യത്തിലെ ഭരണാധികാരികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം. ഒരിക്കലും കർത്താവെ സ്തോത്രം 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 അവരെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് അവർ മാറിപ്പോകാതെ അവരെ നീതിയോടെ ഭരിക്കേണ്ടതിന് കർത്താവെ ദൈവം എന്തിനായി അവരെ സെലക്ട് ചെയ്ത് അവിടെ ആക്കി വെച്ചിരിക്കുന്നോ ആ ദൗത്യം ചെയ്തെടുക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ കഷ്ടതയിലും പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം. ആ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു
പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രായമായ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനാഥരെ, വിധവമാരെ ഹല്ലേലൂയ ഓർക്കുന്ന ദൈവമേ, അനാഥത്വം അനുഭവിക്കുന്നവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു സ്വസ്ഥതയും സാവകാശവും ഞങ്ങളുടെ രാജ്യത്തിൽ ഉണ്ടാവട്ടെ. ഹല്ലേലൂയ, സ്തോത്രം കർത്താവെ. കുഞ്ഞു കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെ കർത്താവെ, നിരാശയിലൂടെ കടന്നു പോകുന്ന അവസ്ഥയിൽ കർത്താവെ, ആരും അവരവരെ പ്രാണനെ നഷ്ടപ്പെടുത്താൻ അനുവദിക്കരുത്. എല്ലാ ഡിപ്രഷന്റെ സ്പിരിറ്റിൽ നിന്നും കർത്താവെ, ഞങ്ങളുടെ ദേശത്തെ വിടുവിക്കണമേ. വ്യക്തി ജീവിതങ്ങളെ വിടുവിക്കണമേ. സഭകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ സഭ ഉണർന്ന് പ്രാർത്ഥിപ്പാൻ കർത്താവെ, ദൈവത്തെ വിളിച്ച് വേർതിരിച്ച സകല സഭകളും ഉണർന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഇടിവ് നിൽപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെല്ലാം സമർപ്പിക്കുന്നു കർത്താവെ. പ്രാർത്ഥനയായി സ്തോത്രം ചെയ്യുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. Good morning and praise the Lord. This morning, how many of you are ready to believe that God is going to do a miracle? That this is the day of your miracle. How many of you are going to believe that God is going to change this pandemic into a blessing? It might be hard for you to believe or even to confess, but I believe that God is going to change this pandemic into a blessing. He's going to change your struggles into success. He's going to change your pain into a pleasurable good moment. He's going to change your rejections into a moment of acceptance. He's going to change your shameful moments into a moment of self-worth. He's going to take away your loneliness. He's going to give you companionship. He's going to take away all the joblessness that you're going through. And He's going to give you a godly, appointed, perfect jobs, my dear ones. Let me tell you one thing today morning. God is going to open doors. ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതുവഴികൾ തുറക്കാൻ പോകുന്നു എന്ന് ഉള്ള ഉറപ്പ്, ഒരു വാഗ്ദത്തം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ വിളിച്ച ദൈവം ഹല്ലേലൂയ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരിക മാത്രമല്ല, മനുഷ്യനായി ജീവിച്ച് മനുഷ്യന്റെ പാപത്തിനു വേണ്ടി കാൽവരി കുലമരത്തിൽ മരിക്കുകയും അടക്കപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. താൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ സകലത്തെയും ജയിച്ചാണ് എഴുന്നേറ്റത്. He came victorious over shame. He came victorious over sin. He came victorious over your struggles, your pain. Whatever on this planet earth which devil has been oppressing you with, he is victorious over everything. Amen. Hallelujah. Our God is a wonderful God. Our God is a loving God. And the God whom you serve, He is with you today. Amen. And with Him, nothing is impossible. With Him, nothing is impossible, my dear ones. യഹോവയ്ക്ക് കഴിയാത്തത് ഒന്നുമില്ല എന്നാണ് നമ്മൾ ഈ പ്രഭാതത്തിൽ നമ്മൾ വിശ്വസിക്കുക, നമ്മൾ ചെയ്യേണ്ടത്. Today morning, I want to title the message as Stop Mourning and Start Believing. വിലപിക്കുന്നു നിർത്തിയിട്ട് ദൈവത്തെ വിശ്വസിക്കുക എന്നാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവം, Jesus is in control. And may I turn your attention to Mark chapter 5 verses 21 to 43. Amen. മർക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിന്റെ 21 മുതൽ 43 വാക്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആ ഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുക. ഞാൻ എല്ലാ ഭാഗങ്ങളും ഞാൻ വായിക്കുന്നില്ല. ഞാൻ വേഗത്തിൽ, സമയത്തിന്റെ ചുരുക്കം കാരണം വേഗത്തിൽ ഞാൻ ആ വിഷയം എൻ്റെ മനസ്സിൽ ദൈവം തന്നിരിക്കുന്ന ആ ദൂത് ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. 5-ാമത്തെ അധ്യായം അതിന്റെ 21 മുതൽ 43 വരെയുള്ള വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വ്യക്തിയുണ്ട്, ജൈറസ്. ഹി വാസ് എ റൂളർ ഓഫ് ദ സിനഗോഗ്. അന്നത്തെ കാലഘട്ടത്തിൽ സിനഗോഗിന്റെ പ്രമാണിയായിട്ട്, ഇല്ലെങ്കിൽ കാര്യസ്ഥനായിട്ട് താൻ വേല ചെയ്തു വന്ന ഒരു വ്യക്തിയാണ് ജൈറസ്. അപ്പൊ യഹൂദന്മാരുടെ ഇടയിൽ നല്ലൊരു സമ്മതനായ വ്യക്തി, യഹൂദന്മാരുടെ ഇടയിൽ മാന്യനായ വ്യക്തി, യഹൂദന്മാരുടെ രീതികളെല്ലാം അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു ജൈറസ്. ഈ ജൈറസിന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി കടന്നു വന്നു. തന്റെ 12 വയസ്സുള്ള മകൾ ഒരു രോഗക്കിടക്കയിലായിരിക്കുന്ന, മരണത്തോട് മല്ലുപിടിക്കുന്ന നിമിഷങ്ങൾ കടന്നു വന്നപ്പോൾ, തന്റെ പട്ടണത്തിൽ കർത്താവായ യേശു ക്രിസ്തു വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ താൻ വേറെ ഒന്നും ചിന്തിക്കാതെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ കടന്നു വരുന്ന ഒരു സന്ദർഭമാണ്, ഒരു സാഹചര്യമാണ് നമ്മൾ ഇവിടെ കാണുവാൻ നമുക്ക് കൊണ്ട് കഴിയുന്നത്. ആദ്യത്തെ കാര്യം, the first point that I want to share is the courage. Amen.
തന്റെ ധൈര്യത്തെയാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, and behold, one of the rulers of the synagogue came, Jairus by name, and when he saw him, he fell at his feet and begged him earnestly, saying, my little daughter lies at the point of death. Come and lay your hands on her, that she may be healed and she will live. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജൈറസ് ഒരു സിനഗോഗിന്റെ കാര്യസ്ഥനായിട്ട് അല്ലെങ്കിൽ അതിന്റെ പ്രമാണിയായിട്ട് താൻ ശുശ്രൂഷ അല്ലെങ്കിൽ വേല ചെയ്തു വന്നിരുന്ന ഒരു വ്യക്തിയാണ്. യഹൂദർക്ക് ഇഷ്ടമുള്ളതും അനിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് നന്നായിട്ട് അറിയാവുന്ന വ്യക്തികളാണ്. അവൻ സമൂഹത്തിൽ സമ്മതനായിരിക്കുന്നത് കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ അനേകർക്ക് ഇഷ്ടമല്ല എന്നും യഹൂദന്മാരുടെ ഇടയിൽ തനിക്ക് ഒരു സമ്മതം ഇല്ലാത്ത ഒരു വ്യക്തിയാണെന്നും അറിഞ്ഞുകൊണ്ടും പോലും തന്റെ ആവശ്യത്തിന്റെ ഇടയിൽ താൻ ചെയ്ത ഒരു കാര്യമുണ്ട്. ആമേൻ. തന്റെ മകൾ മരണക്കിടക്കയിലായിരിക്കുന്ന ആ സാഹചര്യത്തിൽ യായിറോസ് ചെയ്ത ഒരു ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട 22-ാമത്തെ വാക്യത്തിൽ പല കാര്യങ്ങൾ നമുക്ക് ആഴത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ പല കാര്യങ്ങൾ നമുക്ക് അവർ കാണുവാൻ കഴിയുന്നത്. ഹി ഹേർഡ് അബൌട്ട് ജീസസ്. താൻ യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ നോക്കണം, തന്റെ സ്ഥാനമോ തന്റെ സമൂഹത്തിലുള്ള ഇല്ലെങ്കിൽ മാന്യതയോ തന്റെ സമൂഹത്തിൽ തനിക്ക് ഇത് കാരണം വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ ഒന്നും താൻ ചിന്തിക്കാതെ യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ താൻ യേശുവിനെ അന്വേഷിച്ചു താൻ ഇറങ്ങി. ഹി കെയിം സെർച്ചിങ് ഫോർ ജീസസ്. ആമേൻ. ഹല്ലേലൂയ. അന്വേഷിക്കുക മാത്രമല്ല, താൻ അന്വേഷിച്ചപ്പോൾ തനിക്ക് യേശുവിനെ കണ്ടെത്തുവാൻ കഴിഞ്ഞു. ഹി സോ ജീസസ്. അന്വേഷിച്ചപ്പോൾ താൻ ചെയ്ത വേറെ ഒരു കാര്യമുണ്ട്. ദാറ്റ്സ് ദ വെരി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മളിൽ പലരും യേശുവിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്, യേശുവിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്, യേശുവിനെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ മാത്രം നമ്മൾ നിന്നു പോകുന്ന പല സാഹചര്യങ്ങൾ ഉണ്ട്. അതിന് ശേഷമുള്ള കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഹി അപ്രോച്ച് ജീസസ്. താൻ യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന് താൻ യേശുവിന്റെ കാൽക്കൽ വീണ് യേശുവിനെ ആരാധിച്ച് തന്റെ ആവശ്യത്തെ അറിയിക്കുകയാണ് ചെയ്തത്. നമ്മളിൽ എത്ര പേരാണ് നമ്മൾ യേശുവിനെ കുറിച്ച് കേൾക്കുന്നു, നമുക്ക് അറിയാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ കടന്നു വന്ന നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടെന്നും നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ നമുക്ക് മറുപടി ലഭിക്കുമെന്നും നമുക്ക് എല്ലാവർക്കും നല്ലതുപോലെ അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മളിൽ എത്ര പേരാണ് യായിറോസ് ചെയ്തു വന്നതുപോലെ ചെയ്തു? യായിറോസിന്റെ ആ ധൈര്യം എത്ര പേർക്കും ഉണ്ട്? സമൂഹത്തിലുള്ള മാന്യതകൾ മറന്ന്, സമൂഹത്തിലെ സ്ഥാനങ്ങൾ മറന്ന്, കുടുംബത്തിന്റെ ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ മറന്നുകൊണ്ട് നമ്മുടെ ആവശ്യത്തിന്റെ നടുവിൽ നമ്മളെ വിളിച്ചവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ കടന്നു എന്ന് നമ്മുടെ ആവശ്യങ്ങളെ അറിയിക്കുവാൻ തക്കവണ്ണം നമ്മളിൽ എത്ര പേര് തയ്യാറാണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ജൈറസിനെ പോലെ നമ്മൾ തയ്യാറാകുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിന്റെ നടുവിൽ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ കൂടെ വന്ന് നമ്മുടെ ആ വിഷയത്തിന് വേണ്ടി പരിഹാരം നൽകി തരുവാൻ വേണ്ടി ദൈവം വിശ്വസ്തനാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഏത് പ്രതിസന്ധിയിൽ കൂടി പോകുന്നു, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തുവാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാൻ പറയട്ടെ, വാട്ട് എവർ കൈൻഡ് ഓഫ് സ്ട്രഗിൾ ദാറ്റ് യു ആർ ഗോയിങ് ത്രൂ, ബി ഇറ്റ് എ ഷെയിം, ബി ഇറ്റ് എ പെയിൻ, ബി ഇറ്റ് എ റിജെക്ഷൻ ഓർ ലോൺലിനെസ്, വാട്ട് എവർ സിറ്റുവേഷൻ ഇറ്റ് ബി, I believe one thing: if we approach Jesus, if we come unto him and say, God help me, I believe he is going to come and help you right now, right today, at this moment. This is the day of your miracle. Start believing in that. Hallelujah. നിങ്ങൾ ഇന്ന് വിശ്വസിക്കണം. വിലപിക്കുന്നു നിർത്തിക്കൊണ്ട് നിങ്ങൾ ദൈവത്തിൽ നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ വെക്കണം. ദൈവത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അവനോട് നിലവിളിച്ചു കഴിഞ്ഞാൽ അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടി ശക്തനാണ്. അത് മാത്രമല്ല, ഈ തുടർന്നുള്ള വാക്യത്തിൽ 26 മുതൽ 34 വരെയുള്ള വാക്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ കഴിയും, തന്റെ മനോഭാവത്തെ നമുക്ക് കാണുവാൻ കഴിയും. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തു സമ്മതിച്ചു തന്റെ കൂടെ തന്റെ ഭവനത്തിലേക്ക് കടന്നു വരാമെന്ന് സംബന്ധിച്ചു താൻ സന്തോഷത്തോടോ ആശ്വസിച്ച് ഇരിക്കുന്ന സമയത്താണ് 12 വർഷമായി രക്തസ്രാവം ബാധിച്ച ഒരു സ്ത്രീ അതിന്റെ ഇടയിൽ കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട് താൻ സൗഖ്യമായി. അപ്പോ അവിടെ കർത്താവ് ആ സ്ത്രീയുമായിട്ടുള്ള ഒരു കോൺവെർസേഷനിലേക്ക് വരുന്നു. ആ സ്ത്രീയുടെ വിശ്വാസത്തെ കർത്താവ് അവിടെ പുകഴ്ത്തി പറയുന്നുണ്ട്, അവിടെ ആ സ്ത്രീനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. സോ ഇവിടെ സംഭവിക്കുന്നത്, തനിക്ക് ലഭിക്കേണ്ടിയ സമയം, തന്റെ കുഞ്ഞിനെ കാണേണ്ട ആ സമയം അത് ദീർഘിച്ചു പോകുകയാണ്. So there is a frustrating moment over there where Jairus is
His daughter is actually at the point of death, and Jesus was about to come and meet her, and this lady comes over and stops all that. So that's a frustrating moment. A frustrating ആയിട്ടുള്ള moment യായിറോസിന്റെ മനോഭാവമാണ് വളരെ ഇമ്പോർട്ടന്റ്. ആമേൻ. താൻ അവിടെ പിറുപിറുക്കുന്നില്ല, താൻ അവിടെ കർത്താവിനോട് ദേഷ്യപ്പെടുന്നില്ല, താൻ അവിടെ മറ്റുള്ളവരോട് ഇതിനെക്കുറിച്ച് കംപ്ലൈന്റ് പറയുന്നില്ല. നോക്കണം, അതിൻ്റെ ഇടയിൽ താൻ പേഷ്യന്റ്ലി, ക്ഷമയോട് കർത്താവിന്റെ വരവിന് വേണ്ടി താൻ കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ബിക്കോസ് എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, യായിറോസിന് അറിയാം that Jesus will do something for her. ആമേൻ. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് പറയട്ടെ, നമ്മൾ പല പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അത് ദീർഘിക്കുമ്പോൾ നമ്മുടെ മനോഭാവം എന്താ? പിറുപിറുക്കുന്ന മനോഭാവമുണ്ടോ? അത് മാറ്റേണ്ടതായിട്ടുണ്ട്. നമ്മൾ മറ്റുള്ളവർ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ടോ? നമ്മളത് മാറ്റേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആംഗ്രി ആകുന്നുണ്ടോ? നമ്മൾ ദേഷ്യപ്പെടുന്നുണ്ടോ? നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആകുന്നുണ്ടോ? നമ്മൾ ഇറിറ്റേറ്റഡ് ആകുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഈ മനോഭാവങ്ങൾ ദൈവികമായ മനോഭാവമല്ല. ഞാൻ ഒരു കാര്യം, വചനത്തിൽ നിന്ന് ഒരു കാര്യം ഓർമ്മ, കർത്താവ് തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണ്. He's never too late nor he's too early. He works at the due time. If your prayers are left unanswered, if you're thinking that you're in a waiting period, just wait patiently, because God is going to open a door for you at the right time. Wait patiently. Stop mourning, because this is the day of your miracle. Hallelujah. Praise the Lord. ആമേൻ. നോക്കണം, ഏകദേശം അരമണിക്കൂറോളം അവിടെ നഷ്ടപ്പെട്ട് കാണുമായിരിക്കാം. കർത്താവ് ആ സ്ത്രീനെ കണ്ടുപിടിച്ച്, ആ സ്ത്രീനോട് സംസാരിച്ച്, മറ്റുള്ളവരുടെ മുമ്പിൽ അനുഗ്രഹിച്ച്, ഇതെല്ലാം ചെയ്യുന്നതിന്റെ ഇത് മാത്രമല്ല, താന് സിനഗോഗിന്റെ ഒരു കാര്യസ്ഥനായിരിക്കുമ്പോൾ തനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഈ സ്ത്രീ നിയമപരമായിട്ട് അല്ല പട്ടണത്തിൽ വസിക്കുന്നത്. ആ സ്ത്രീ ആ പട്ടണത്തിനുള്ളിൽ കടന്നു വരികയും ആ സ്ത്രീ യഹൂദ ആചാരത്തെ തെറ്റിച്ചുകൊണ്ടാണെന്ന് വന്നിരിക്കുന്ന എല്ലാം തനിക്കറിയാം. ബട്ട് ഹി വാസ് റെഡി ടു ലെറ്റ് ഗോ ഓഫ് ഓൾ ദോസ് because he wanted his daughter to be healed. My dear ones, there are certain things that you're holding on to, certain egos that you're holding on to. There's a pride that you're holding on to. There is a law that you're holding on to. Let me tell you one thing. Hallelujah. For you have to wait patiently for God to work in your lives. God will not work in your way. God will work in His way. നമ്മുടെ രീതിയിലോ നമ്മുടെ വഴിയിലല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവം തൻ്റെ വഴിയിലും തൻ്റെ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ക്ഷമയോട് നിങ്ങൾ കാത്തിരിക്കുക. സ്വർഗത്തിലെ ദൈവം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. Just believe in him. Praise the Lord. Amen. നോക്കണം, മൂന്നാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 35 മുതൽ 43 വരെയുള്ള വാക്യത്തിലാണ് ഈ കോൺവെർസേഷൻ. 12 വർഷമായി രക്തസ്രാവം ബാധിച്ച സ്ത്രീയുടെ കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് യായിറോസിന്റെ ഭവനത്തിൽ നിന്ന് ഒരു വ്യക്തി കടന്നു വന്ന് യായിറോസിനോട് പറയുന്നത്, ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കണ്ട, കുഞ്ഞ് മരിച്ചുപോയെന്ന്. യായിറോസ് യേശുവിന്റെ അടുക്കൽ കടന്നു വന്നപ്പോൾ തന്റെ മകൾക്ക് ജീവനുണ്ടായിരുന്നു. തന്റെ ഉള്ളിൽ ഒരു പ്രത്യാശ ഉണ്ടായിരുന്നു, അവളിൽ ജീവനുണ്ട്. യേശുവിനെ അപ്രോച്ച് ചെയ്തു കഴിഞ്ഞാൽ യേശു സൗഖ്യമാക്കുമെന്ന്. ആ രക്തസ്രാവം ബാധിച്ച സ്ത്രീ വന്ന സമയത്ത് പോലും തന്റെ ഉള്ളിൽ ഒരു ആശങ്ക ഉണ്ടായിരുന്നു, അയ്യോ എന്റെ കുഞ്ഞു മരണക്കിടക്കയിലാണല്ലോ. ബട്ട് സ്റ്റിൽ ഹി വുഡ് ഹാവ് ഹാഡ് ദാറ്റ് റേ ഓഫ് ഹോപ്പ് ദാറ്റ് മൈ ഡോട്ടർ ഇസ് സ്റ്റിൽ അലൈവ് ആൻഡ് ജീസസ് ക്യാൻ ഡു സംതിങ്. ബട്ട് ഹിയർ ഹി ഹാസ് കം ടു എ പോയിന്റ് where a news comes to him that his daughter is dead. Do not bother Jesus anymore. That particular message or a news that he received was questioning his faith, was a moment that was questioning his belief in Jesus Christ. തന്റെ മനസ്സിൽ കർത്താവിനോടുള്ള ആ വിശ്വാസത്തെ തകർക്കുന്ന ഒരു വാർത്തയാണ് താൻ അവിടെ കേട്ടത്. അത്രയും നേരം, അത്രയും സമയം തന്റെ മകൾക്ക് ജീവനുണ്ട്, ഒരു കർത്താവിന് കടന്നു വന്ന് കുഞ്ഞിനെ സൗഖ്യമാക്കുവാൻ കഴിയുമെന്നുള്ള ഉറപ്പ് തനിക്കുണ്ടായിരുന്നു. പക്ഷെ ഈ വാർത്ത കേട്ടതോടെ തന്റെ പ്രത്യാശ നഷ്ടപ്പെടുന്ന നിമിഷം കടന്നു വന്നപ്പോൾ കർത്താവ് യേശു ക്രിസ്തു ഈ സ്ത്രീയോട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഈ വാർത്ത കേട്ടപ്പോൾ താൻ ഈ യായിറോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഡു നോട്ട് ബി അഫ്രെയ്ഡ്, ജസ്റ്റ് ബിലീവ്.
ഭയപ്പെടണ്ട, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇന്ന് ഈ പകൽ സമയം ഈ മോർണിംഗ് ഡിവോഷനിൽ പങ്കെടുക്കുന്ന നിങ്ങളോട് പറയാൻ എനിക്ക് ഒരു കാര്യമുള്ളൂ, ഭയപ്പെടണ്ട, ജസ്റ്റ് ബിലീവ്. നീ പ്രത്യാശിച്ചത് പല കാര്യങ്ങളും, തന്റെ ഈ ജോലി നഷ്ടപ്പെട്ടു പോകത്തില്ലെന്നായിരിക്കും നീ ചിന്തിച്ചത്. ജോലി നഷ്ടപ്പെട്ടു പോയ സാഹചര്യമുണ്ടോ? എന്റെ പ്രിയപ്പെട്ട, ഞാൻ പറയാം, ഡു നോട്ട് ബി അഫ്രൈഡ്, ജസ്റ്റ് ബിലീവ്. ഗോഡ് ഈസ് ഗോയിങ് ടു ഓപ്പൺ ദ റൈറ്റ് ഡോർ ഫോർ യു. If there is a struggle that you are going through and you are thinking it's impossible for these things to come out or to be corrected or to be in order, let me tell you one thing, do not be afraid, just believe in Jesus. If there is an issue in your life that you are not able to handle, let me tell you one thing, do not be afraid, just believe in Jesus to put things right in your life. If there is sickness that you are not able to get healed, if the medications that you're taking is not able to heal you, let me tell you one thing, just believe, do not be afraid. നീ വിശ്വസിക്കുക മാത്രം നീ ചെയ്യുക. സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടി ദൈവം വിശ്വസ്തനാണ്. Hallelujah. Hallelujah. Your patience matters. Your courage matters. Amen. Not only that, your faith in God matters. Amen. കർത്താവിൽ വിശ്വസിക്കുക. നിങ്ങൾ കർത്താവിലുള്ള വിശ്വാസമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രവൃത്തികൾ ചെയ്യാൻ പോകുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. ജൈറസിന്റെ അടുക്കൽ കടന്നു വന്ന് തന്റെ മകളുടെ മരണത്തിനെ കുറിച്ചുള്ള വാർത്ത പറഞ്ഞ വ്യക്തി ഈ വാർത്ത വെറുതെ അല്ലായിരിക്കും പറഞ്ഞത്. തന്റെ ഭവനത്തിൽ ഒരു ഡോക്ടർ ചിലപ്പോൾ ഉണ്ടായിരുന്നേക്കാം. ആ ഡോക്ടർ കുഞ്ഞിനെ എക്സാമിൻ ചെയ്തതിനു ശേഷമായിരിക്കും പറഞ്ഞത് that girl is dead എന്ന് പറഞ്ഞു. She would have stopped breathing, she would have turned cold, she would have become stiff. That was the reason why the doctor pronounced that she is dead. The people around would have touched her and they would have said that she is dead. The people there, the mother would have touched and they would have said that she is dead. Look, the people will examine the circumstances, the people will look into the circumstances and they will pronounce their verdict. But my God is not looking at your circumstances, because my God is a miracle worker. Even if it is death situation, He is a God who is able to raise you up. Even if it's a situation which is impossible, He is a God who can create everything out of nothing. That's what the first verse of the Bible says. The earth was void and darkness was on the face of it. Amen. But God created everything that we see around out of nothingness. ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും സൃഷ്ടിച്ച ഒരു ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പകൽ സമയത്ത് നിങ്ങൾ ആരെങ്കിലും വിഷമിച്ച് നിൽക്കുന്നത്, നിങ്ങളുടെ പ്രതീക്ഷകൾ അസ്തമിച്ചാണോ ഇരിക്കുന്നത്? ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, യഹോവയായ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടോ? കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ കൂടെ ഉണ്ടോ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ടോ? സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്തിരിക്കും. Hallelujah. Just the way that I started, this is the day of your miracle. ഇത് നിങ്ങളുടെ അത്ഭുതത്തിന്റെ ദിവസമാണ്. നിങ്ങൾ അത് വിശ്വസിക്കുക, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. Hallelujah. And the very most important thing, and let me come to the last part of the message. Here Jesus Christ does one thing. When Jairus approached Jesus, people around him knew who he was. They heard him requesting Jesus to come to his house and to heal his daughter. യായിറോസ് കർത്താവിന്റെ അടുക്കൽ കടന്നു വന്ന് തന്റെ മകളെ സൗഖ്യമാക്കണമെന്നുള്ള ആവശ്യം പറയുന്നത് മറ്റുള്ളവർ, നാട്ടുകാരെല്ലാവരും കേട്ടു. യായിറോസ് ആരാണെന്നും മറ്റുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. താൻ അവിടെ ക്ഷമയോട് താൻ അവിടെ കാത്തിരിക്കും, കർത്താവ് തന്റെ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി. മരണത്തിന്റെ വാർത്തയും ഇതേ ആളുകളുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് ഈ മരണത്തിന്റെ വാർത്തയും അറിയിക്കപ്പെടുന്നത്. So there is a crowd who is listening to two messages, two news. A request from a person for a daughter to be healed. And the same crowd is listening to a news that this daughter is dead. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നടക്കുന്നതായ ആ പെർട്ടിക്കുലർ കോൺവെർസേഷൻസ്, ആ പെർട്ടിക്കുലർ സിനാരിയോ നമ്മൾ ചിന്തിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ജനം യായിറോസ് കടന്നു വന്നപ്പോൾ ജനം പ്രതീക്ഷിച്ചു കർത്താവ് അവിടെ കടന്നു പോകുമെന്ന് സൗഖ്യമാക്കുവാൻ വേണ്ടി. ആ യാത്രയുടെ ഇടയിലാണ് വേറൊരു വ്യക്തി കടന്നു വരുന്നത് സൗഖ്യമാകുവാൻ വേണ്ടി. അപ്പൊ ഈ ഫ്രസ്ട്രേറ്റിംഗ് മൂമെന്റ്, ഈ വിശ്വാസത്തിന്റെയും അവിശ്വാസത്തിന്റെയും മൂമെന്റ്സ്, ഇതെല്ലാം ഇത് മിക്സ്ഡ് ഇമോഷൻസ് യായിറോസിന് മാത്രമല്ല ചുറ്റിലുള്ള ആളുകളുടെ ഉള്ളിലും ഉണ്ട്. ആവശ്യക്കാരൻ ജൈറോസ് ആണെങ്കിൽ പോലും പക്ഷെ ഈ ആവശ്യത്തെ നിറവേറ്റുമുള്ള വിശ്വാസം ഈ ജനത്തിന്റെ ഉള്ളിലും ഉണ്ട്.
പക്ഷെ ഈ ജനം കേൾക്കുന്ന രണ്ടാമത്തെ ഭാഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ ജനം കേൾക്കുന്ന ഒരു വാർത്ത ഈ കുഞ്ഞ് മരിച്ചു പോയെന്ന്. അപ്പോ മറ്റുള്ളവർക്കും ജായറോസിനുള്ളതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഒരേ രീതിയിലുള്ള വികാരം ഉണ്ടായിരുന്നേക്കാം. അവരുടെ ഉള്ളിൽ അവിശ്വാസം വന്ന് കാണും, അവരുടെ ഉള്ളിൽ പിറുപിറുപ്പ് വന്ന് കാണും, അവരുടെ ഉള്ളിൽ ദേഷ്യം വന്ന് കാണും, അവരുടെ ഉള്ളിൽ എന്തുവാ ഇറിറ്റേഷൻ വന്ന് കാണുമായിരിക്കും, എല്ലാം വന്ന് കാണുമായിരിക്കാം. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും, ഓ കർത്താവ് നേരത്തെ പോയായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നു, ഈ സംസാരങ്ങൾ വരുമെന്ന് കർത്താവിന് ഉറപ്പായതുകൊണ്ട് കർത്താവ് ആദ്യം യാത്ര തുടർന്ന് ഈ ജനത്തോട് കൂടെ ആയിരുന്നു അങ്ങോട്ട് യാത്ര തുടർന്നുവെങ്കിൽ, ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവ് ചെയ്യുന്നത്, ആരും എന്നെ പിൻഗമിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് താൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും മാത്രം കൂട്ടിക്കൊണ്ട് യായിറോസിന്റെ കൂടെ യായിറോസിന്റെ ഭവനത്തിലേക്ക് കടന്നു പോകുന്നു. നോക്കണം, for a miracle to happen in your life, there needs to be like-minded people. If you're divided in your heart, if you're divided in your emotions, let me tell you one thing, God cannot do a miracle. You need to be united in your heart, in your spirit, in your emotions for God to do a miracle in your life. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിന് വലിയൊരു പ്രവൃത്തി നടക്കണോ, എൻ്റെ പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഐക്യതയോടെ നിങ്ങൾ ഇരുന്നാൽ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. പിറുപിറുപ്പും വഴക്കും എന്താ പറയാ ദേഷ്യവും ഇറിറ്റേഷനും വെച്ചോണ്ട് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കത്തില്ല. God wants us to deal with those emotions of our life first so that he can answer the prayers that you have offered. യായിറോസിന്റെ ഭവനത്തിലേക്ക് കർത്താവ് കടന്നു വരികയും യായിറോസിനോട് അവിടെ ഉള്ളവരോട് പറയും, നിങ്ങൾ വിലപിക്കുന്നത് എന്തുവാ, ഈ കുഞ്ഞു ഉറങ്ങുവാണെന്ന് പറഞ്ഞു. മറ്റുള്ള അവിടെ ഉള്ളവർ എല്ലാവരും എന്തോ ചെയ്തത്, അവര് കർത്താവിനെ നോക്കി ചിരിച്ചു. ഇവരെന്ത് മണ്ടത്തരമാ പറയുന്നത് എന്ന് ചിരിച്ചു. ബിക്കോസ് അവർക്ക് ചിരിക്കാൻ കാരണമുണ്ട്. ഐ എം നോട്ട് സേയിങ് ദാറ്റ് ദേ ഡിഡ് റോങ്. ദേ ആർ ലാഫിംഗ് ബിക്കോസ് they have the report of a medical practitioner who is saying that this girl is dead, there is no life in her, she is not breathing, she is cold, she is tough, she is stiff, she has turned blue. It is true, but my God is a God who can change any circumstances. But the God whom we serve, he is a God who can raise a person from death. My God is a God who creates things from nothingness. Hallelujah. Praise the Lord. കർത്താവായ യേശുക്രിസ്തു ചെയ്ത ഒരു കാര്യമുണ്ട്. He requests the people to go out of that house and steps into that room with the mother, the father and his disciples, like-minded people who wanted this child to be healed, who wanted this child to be delivered. But outside the door there is a group of people who are just laughing in their hearts and what is this fool doing? Let me tell you one thing, there are people outside of your house, outside of your lives, thinking that this man is out of his mind. What is going to happen in his or her life? How are his circumstances or things going to change? Is he going to get a job with this degree? Is his life going to be in order? എല്ലാം തകർന്ന് തരിപ്പണമായി മറ്റുള്ളവർ പുറത്തു നിന്ന് നിങ്ങളെ നോക്കി ചിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറയാം, നിന്റെ വിശ്വാസത്തെ ഞാൻ മാനിക്കാം, നിന്റെ വിശ്വാസത്തെ ഞാൻ മാനിക്കാം എന്ന് ദൈവം നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വഴികൾ ഞാൻ തുറക്കാമെന്ന് ഉള്ള ഒരു വാഗ്ദത്തം, ഒരു ഉറപ്പാണ് കർത്താവ് നമുക്ക് അവിടെ നൽകി തരുന്നത്. താങ്ക് യു ജീസസ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രത്യാശയോട് നിങ്ങളായിരിക്കാം. Do not be afraid, just believe. And God is going to do a miracle for you today, this moment and this day. Hallelujah. Just be a person of courage. Be a person of patience. Be a person of faith. And allow God to come into your life. Be like-minded. And God bless you with His words. Amen. Father, we come to your presence this morning and we are so thankful for the word that was brought to us. Lord, we believe that you're going to do a great miracle in our life. Every unanswered prayers are going to be answered today. Every struggles are going to be changed. Every pain is going to be removed. Every shame is going to be removed. And Father, I believe that you're going to raise all those dead situations back to life, Father God.
Those people who are jobless, Father, I believe you're going to give them the right and the perfect job that meets their need and their profile, of Father God. Lord, I believe that you're going to do a miracle in the lives of people who are watching us right now, and you're going to do some great wonders in their life, Papa. Thank you, Father, Lord, that you have blessed this day and blessed the people who are watching, oh Father. In the name of Yeshua, we pray, O Lord. Amen and amen. God bless you and have a blessed day in Jesus. God bless you.